സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയ ദശകം 5 ആരംഭിക്കുന്നു. 5-ാമത്തെ ദശകത്തിൽ 1-2 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവൽ പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുശ്ച തഥാമൃതശ്ച സമഭൂന്നോ നയാ രാത്രേ സ്ഥിതി തത്രൈകസ്തിത്വനിശ്ചിതതാ കില പരാനന്ദപ്രകാശാത്മനാ. ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ ആ വിരാട് പുരുഷോൽപത്തി എന്ന പ്രകരണം എന്ന വിഷയമാണ് ഈ 5-ാമത്തെ ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ആ മഹാപ്രളയ സമയത്തെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഹാപ്രളയത്തിൽ മായയ്ക്ക് യാതൊരു ചേഷ്ടയും ഇല്ലായിരുന്നു അത്രേ. അതിനെന്താ കാരണം? ഗുണസാമ്യം, അതായത് സത്വതമോ ഗുണങ്ങളുടെ അവസ്ഥ എപ്രകാരമായിരുന്നു എന്നാണെങ്കിൽ ഒരേ അളവിലായിരുന്നു എന്നാണ്. ഏറ്റക്കുറച്ചില്ല. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ഏറ്റക്കുറച്ചിലില്ല. ഒരേപോലെ രജോ ഗുണം കുറച്ച് കയറി നിൽക്കണു, സത്വഗുണം കുറച്ച് കുറഞ്ഞു നിൽക്കണു, അല്ലെങ്കിൽ തമോ ഗുണം കുറച്ച് കയറി, ഇങ്ങനെ ആ ഗുണങ്ങൾക്ക് യാതൊരു ഏറ്റക്കുറച്ചിലില്ല, ഒരേപോലെ നിൽക്കണു. അതാണ് മായായാം ഗുണസാമ്യരുദ്ധ്യവികൃതൗ ത്വയ്യാഗതായാം ലയം. അങ്ങനെ ആ ഗുണങ്ങൾക്ക് യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാണ്ട് ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ പറയണു, ആ സത്വ രജ തമോ ഗുണങ്ങൾ അവസ്ഥാഭേദമില്ലാണ്ട് ഒരേ അളവിൽ ഏറ്റക്കുറച്ചിൽ ഇല്ലാണ്ട് നിൽക്കണു. അപ്പോൾ അതുകൊണ്ടാണ് മായയ്ക്ക് യാതൊരു ചേഷ്ടയും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം. എന്നാൽ ഭഗവാന്റെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ലീലാശരീരം പോലും എടുത്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്നർത്ഥം. പരമാനന്ദ സ്വരൂപിയായിട്ട്, അതല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപിയായിട്ട് വർത്തിക്കണു. പിന്നെ ഈ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിട്ടില്ല, ഉത്ഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ മൃത്യു, മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്നുള്ള അവസ്ഥകളില്ല. ദിവസം രാത്രി എന്നുള്ള അവസ്ഥകളില്ല, അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ ഇല്ല. ഇങ്ങനെ ഈ പ്രപഞ്ചം പോലും ഉത്ഭവിച്ചിട്ടില്ല. എന്താ? ഭഗവാൻ ലീലാശരീരം പോലും എടുത്തിട്ടില്ല, സച്ചിദാനന്ദ സ്വരൂപിയായിട്ട് വർത്തിക്കുകയാണ് ചെയ്യണത്. അതായത് ഭഗവാൻ ആ സമയത്ത് യോഗനിദ്രയിലാണ്. അപ്പോൾ ഈ പ്രപഞ്ച വസ്തുക്കൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളും ഒരേപോലെ നിൽക്കണം. മായയ്ക്ക് ചേഷ്ടയില്ല, ഈ പ്രപഞ്ചം തന്നെ ഉത്ഭവിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ വസ്തുക്കളും യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനിൽ, സച്ചിദാനന്ദ സ്വരൂപിയായിട്ട് വർത്തിക്കുന്ന ഭഗവാനിൽ ലയിച്ചിരിക്കണു എന്നതാ ഇവിടെ ആദ്യത്തെ ശ്ലോകം കൊണ്ട് സൂചിപ്പിച്ചു. ഇനി ഈ അവസ്ഥയിൽ കാലം, കർമ്മം, ഗുണം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ അവസ്ഥ എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. കാലകർമ്മഗുണാശ്ചതീവ നിവഹ വിശ്വഞ്ച കാര്യം വിഭോ ചില്ലീലാതിരേയുഷി
ത്വയി തഥാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യനുതമയി ഭോ ശക്യാത്മനാതിഷ്ഠതാം നോ ചൈൽക്കിം ഗഗനപ്രസൂതസദൃശാം ഭൂയോ ഭവേൽ സംഭവ. അങ്ങനെ യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനിൽ പ്രപഞ്ചം മുഴുവൻ ലയിച്ചിരിക്കണു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ, ഒന്നാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയണത് ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കാലം, കർമ്മം, ഗുണം, ജീവസമൂഹം, വസ്തുജാതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആത്മാരാമനായ ഈ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയിൽ നിശേഷം ലയിച്ചിരിക്കണതായി കാണപ്പെടുന്നു. പിന്നെ പറഞ്ഞു, എങ്കിലും ശക്തി രൂപത്തിൽ വർത്തിക്കണ അവ ആകാശ കുസുമം പോലെ തീരെ ഇല്ലായിരുന്നു എന്ന് പറയാനും പറ്റില്ല എന്നർത്ഥം. കാരണം അനന്തര സൃഷ്ടിയിൽ എങ്ങനെയാ തീരെ ഇല്ല എങ്കിൽ വീണ്ടും വീണ്ടും പൊന്തി വരിക? അപ്പം അതുകൊണ്ട് ഈ വസ്തുക്കൾ ആകാശകുസുമം പോലെ തീരെയില്ലായിരുന്നു എന്ന് പറയാനും സാധിക്കില്ല. അതായത് ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉളവാകുന്നില്ല എന്ന ഒരു തത്വം ആണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ 2 ശ്ലോകം കൊണ്ട് ഭഗവാന്റെ ആ വിരാട് പുരുഷോൽപത്തിയെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു. ഇനിയും ഭഗവാന്റെ ഈ വിരാട് പുരുഷോൽപത്തിയെക്കുറിച്ച് തന്നെയാണ് അടുത്ത വരുന്ന ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നത്. അത് നമുക്ക് നാളെ സ്മരിക്കാം, നാളെ പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.